ഏത് നിക്കാഹ് കുത്തുബയിലും രണ്ട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഒന്ന്, ഒരു സുജൂദ് ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് ഭർത്താവിന്റെ മുന്നിലായിരുന്നു. ഏത് ഭർത്താവിന്റെ മുമ്പിലാ? ഈ ഭർത്താവിന്റെ മുമ്പിലാ? അത് അവളെ സ്നേഹിക്കുന്ന ഭർത്താവിനെ കുറിച്ചാണ് പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കട്ട് ചെയ്തെടുക്കരുത്. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഭർത്താവ് എന്താന്ന് പറഞ്ഞത് അല്ലേ? അവളുടെ മുഖത്തടിക്കരുത്, അവളോട് നീ മാന്യമായി മാത്രമേ പെരുമാറാവൂ ഇത് പറഞ്ഞില്ലേ? അതൊന്നും നമ്മൾ മറന്നു പോയതാ അല്ലേ? ഒരു പുരുഷനോട് പറഞ്ഞ സാധനതാ, മുഖത്തടിക്കരുത്. നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടോ? ഉണ്ടോ? അവളെ നിങ്ങൾ ആളെ മുമ്പിൽ വെച്ച് വഷളാക്കരുത്. ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് മാന്യമായി പെരുമാറണം. അതൊരു വളഞ്ഞ വാരിയല്ലാണ്. നിവർത്താൻ ശ്രമിക്കരുത്, പൊട്ടിപ്പോവും. ക്ഷമിക്കണം, പൊറുക്കണം. അവളുടെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, നിങ്ങൾ ക്ഷമിച്ചുകള. ആ സ്വഭാവം നന്നാവുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിക്കോളും എന്നൊക്കെ റസൂല് പറഞ്ഞതൊക്കെ നമ്മൾ മറന്നു. ഈ സുജൂദിന്റെ കാര്യം മാത്രം. രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്, അത് ഇനി പറയാതെ പോണത് മോശാട്ടോ. അതെന്താ? ആകെ ഭർത്താവിന്റെ ശരീരം ചീഞ്ഞളിഞ്ഞിരുന്നാലും അത് നക്കിത്തുടച്ചാലും നിന്റെ ബാധ്യതകൾ തീരുന്നില്ല. ഇതൊക്കെ ഏത് ഭർത്താവിനെ കുറിച്ചാണ് പറഞ്ഞതെന്നറിയോ? നിങ്ങളുടെ ശരീരം ചീഞ്ഞളിഞ്ഞാൽ, നിങ്ങൾ തളർന്ന് മലമൂത്ര വിസർജനം മുഴുവൻ കിടന്നിടത്തായാൽ സ്നേഹമുള്ള ഭാര്യ നിങ്ങളെ വിടാതെ നോക്കും. നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന പോലെ, നിങ്ങളുടെ ജോലിക്ക് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന പോലെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും പ്ലാനും സമയവും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിന് കൂടി നൽകണം.